നമ്മൾ സാധാരണ ഈ ചെകുത്താനും നടുക്കടലിനും ഇടയിൽ എന്നൊക്കെ പറയുന്നൊരു പ്രയോഗമുണ്ടല്ലോ. അക്ഷരാർത്ഥത്തിൽ ഈ ട്രംപിൻ്റെ ഒരു അവസ്ഥ കേട്ടോ. വല്ലാത്തൊരവസ്ഥയാണ് ട്രംപിൻ്റെ അവസ്ഥ. പുള്ളി ആകെ സമ്മർദ്ദത്തിൽപ്പെട്ട് കഴിഞ്ഞ ദിവസം വാൾ സ്ട്രീറ്റ് ജേർണൽ പറഞ്ഞതുപോലെ ആ പൈലറ്റുമാരെ വെടിവെച്ച് F-15 ബോംബർ താഴെ വീണപ്പോഴത്തേക്ക് പുള്ളി വൈറ്റ് ഹൗസിലെ ഡെസ്കും ഒക്കെ തെള്ളിക്കളഞ്ഞ് കസേരയൊക്കെ എടുത്ത് നിലത്തടിച്ച് ഒരുതരം പാനിക്കായിപ്പോയി. ഓർക്കണം, അമേരിക്കയുടെ പ്രസിഡൻ്റാണ്. ലോകത്തിലെ യുദ്ധം എന്ന് പറയുന്നൊരു വലിയ ക്രൈസിസ് മാനേജ് ചെയ്യുന്ന ആളാണ്. പക്ഷേ അയാൾ അക്ഷരാർത്ഥത്തിൽ ഒരു സൈക്കോ ആയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എല്ലാവരെയും തൻ്റെ റൂമിനകത്ത് നിറക്കി പുറത്തെടുത്ത് കതവടച്ചു. എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്നറിയില്ലെന്നാണ് പറയുന്നത്. വൈറ്റ് ഹൗസിലോ അമേരിക്കയുടെ ചരിത്രത്തിലോ ലോക ചരിത്രത്തിലോ ഇങ്ങനെ നെർവസായി സൈക്കോ ആയി പൊട്ടിത്തെറിച്ചു പോയ ഒരവസ്ഥ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അയാളിൽ നിന്ന് ഒരിക്കലും ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുകയേ വേണ്ട. ഞാൻ ചില കാര്യങ്ങൾ പറയാം, അത് ഈ പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധയോടെ കേൾക്കണം. അതായത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ നാശം പിടിച്ച യുദ്ധം എത്രയും പെട്ടെന്നൊന്ന് അവസാനിപ്പിച്ചാൽ മതി. കാരണം ഇത് ലോക എക്കോണമിയെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നീണ്ടുപോയാൽ ആരുടെ കയ്യിലും നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക് ലോകം മുഴുവൻ എത്തിച്ചേരും. അമേരിക്കൻ എക്കണോമി സഹിതം തകരും. ഇപ്പം നമ്മൾ പറയുന്നില്ലേ, 20 മില്യൺ ബാരലാണ് ഓയിൽ ഈ ഹോർമുസ് കടലിടുക്കിലൂടെ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ 10 മില്യൺ പോകുന്നുണ്ട് റെഡ് സീയിലൂടെ. അതുകൊണ്ടാണ് വലിയ ക്രൈസിസ് അറിയാത്തത്. പക്ഷേ പശ്ചിമേഷ്യയിൽ പടക്കനടിയുടെ യുദ്ധമുണ്ടായാൽ, ഇതെല്ലാം നിലച്ചു പോയാൽ ശരിക്കും ദ വേൾഡ് വിൽ മൂവ് ടു എ സ്വിച്ച് ഓഫ് മൂഡ്. അത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മളൊരു ഗർത്തത്തിൽ ഈ ലോകത്തിൻ്റെ സാമ്പത്തിക ഖജനാവിനെ കൊണ്ടുവന്ന് ഇടുന്ന അവസ്ഥയിലേക്ക് ഈ യുദ്ധം എത്തിച്ചേരും. അതുകൊണ്ട് ട്രംപിനിതൊരു മണിക്കൂർ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകാൻ താല്പര്യമില്ല. എന്ന് മാത്രമല്ല, ഈ ഹോർമുസ് കടലിടുക്കിലൂടെയാണ് ഗൾഫ് റീജിയനിൽ നിന്ന് ഹീലിയം, അലൂമിനിയം, ഫെർട്ടിലൈസേഴ്സ് ഒക്കെ വരുന്നത്. ഇതൊക്കെ യൂറോപ്പിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ ഗൗരവമായി ബാധിക്കും. ഈ അലൂമിനിയവും ഹീലിയവും ഒക്കെ ചിപ്പിൻ്റെ നിർമ്മാണത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കും, തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്കൊക്കെ വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. ഇതിൻ്റെ മൂവ്മെൻ്റൊക്കെ തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജെറ്റ് ഫ്യൂവൽസ്, അതായത് ഏതാണ്ട് എല്ലാ ജെറ്റ് ഫ്യൂവൽസിൻ്റെ കമ്പനികളുടെ കയ്യിലും മാക്സിമം ഒരു 5 ആഴ്ച 6 ആഴ്ചയ്ക്കുള്ള ജെറ്റ് ഫ്യൂവലേ ഉള്ളൂ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അതൊക്കെ നിശ്ചലമായി പോകുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു വശത്ത് അതാണ് ട്രംപിൻ്റെ മേലുള്ള സമ്മർദ്ദം. മറുവശത്ത് ഈ ഇസ്രയേൽ ലോബിയുടെ സമ്മർദ്ദം. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ഫിനിഷ് ചെയ്യണം അവർക്ക്. ഇറാനെ ഫിനിഷ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്കൊരു സമാധാനമുള്ളൂ. അതുകൊണ്ട് അവർക്ക് വേറെ ലോകത്തിന് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചല്ല അവരുടെ പിന്നെ ആവശ്യം, ഇറാനെ തീർക്കണം. കാരണം ഇറാനെ തീർക്കത്തില്ല, ഇറാനെങ്ങാനും യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവായുധത്തിലേക്ക് പോയാൽ തീർന്നു ഇസ്രയേലിൻ്റെ കച്ചവടം. ട്രംപ് എന്ത് ചെയ്യാൻ കഴിയും? ട്രംപ് ഇത് ഇസ്ഫഹാനിൽ നേരത്തെ കഴിഞ്ഞ യുദ്ധത്തിൻ്റെ സമയത്ത് ബോംബിട്ടു, തകർത്തു, എൻറിച്ചഡ് യുറേനിയം മുഴുവൻ തീർന്നു, ഇനി ഒരിക്കലും പറ്റൂല എന്നൊക്കെ പറഞ്ഞ അതേ ട്രംപ് അതിങ്ങ് താടാളിയാന്നും പറഞ്ഞപ്പോൾ ഇറാൻ്റെ പുറകിന് നടക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടെയാണ് അവർ സൂക്ഷിച്ചിരിക്കുന്നത്? അവിടുത്തെ ഒരു ഭൂപ്രകൃതിയും മലമടക്കുകളും അത്തരം സാഹചര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥയിൽ കിടന്ന് വട്ടക്കണ്ണി കറങ്ങുക. എന്തെങ്കിലും ഒരു ഉൾവലിവ്, അതായത് ഒരു തരത്തിലുള്ള സീസ് കരാറോ ഒന്നും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നില്ല. അവർ സ്ട്രെയിറ്റ് അവേ തകർത്ത് തരിപ്പണമാക്കുക, ലോകം മുഴുവൻ നശിച്ചോട്ടെ, എന്നാലും വേണ്ടില്ല, ഇറാനെ തീർക്കണം. തീർത്താൽ അവരുടെ ഭീഷണി തീർന്നു. അതുകൊണ്ടാണ് ലെബനനിലും അവർ ആക്രമിക്കുന്നത്. ഹിസ്ബുള്ള അവർക്കൊരു ഭീഷണിയാണ്. ഹിസ്ബുള്ള ഇറാൻ്റെ ഒരു ആമാണ്. അപ്പോൾ അതുകൊണ്ട് ഹിസ്ബുള്ളയും ഫിനിഷ് ചെയ്യണം. പക്ഷേ അമേരിക്കയുടെ മുന്നിൽ ഇത് നീട്ടിക്കൊണ്ടു പോകാനൊക്കില്ല. എന്തിനാണ് പുള്ളി ഈ സീസ് ഫയർ പ്രഖ്യാപിച്ചത്? ട്രംപ് പ്രഖ്യാപിച്ചത് ഒരു 10 ദിവസമെങ്കിലും ഹോർമുസ് കടലിടുക്ക് തുറന്നാൽ അത്രയും നമ്മളിലെ കഴുത്തിന് പിടിവിടുമ്പോൾ ലോകത്തിനൊരാശ്വാസം കിട്ടുന്ന പോലെ കിട്ടട്ടെ എന്ന് വിചാരിച്ച. പക്ഷേ ഈ ട്രംപിയൻ
ഫോറിൻ പോളിസിയുടെ ഒരു പ്രവചനാതീത ഭാവം എന്തോന്നറിയോ? വെറും വട്ടുപിടിച്ച പോളിസിയാണ്. അതായത് ഈ ഡീലിലെ സീസ് ഫയർ പൂർണ്ണമായും പ്രഖ്യാപിക്കുന്നു, അപ്പോഴേക്ക് എന്ത് ചെയ്യുന്നു? ഹോർമിസ് ഇറാൻ തുറക്കുന്നു. ആ സമയത്ത് നേവൽ ബ്ലോക്കേഡ് മാറ്റണ്ടേ അമേരിക്ക? അത് മാറ്റാൻ തയ്യാറാവുന്നില്ല. അപ്പോഴും നേവൽ ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പോൾ ഇറാൻ വീണ്ടും അടച്ചു. യഥാർത്ഥത്തിൽ സീസ് ഫയർ കൊണ്ടുവന്നു, സമാധാനം പുനഃസ്ഥാപിച്ച് ഡീലിലേക്ക് പോകാൻ പോകുന്ന ട്രംപ് എന്താണ് നേവൽ ബ്ലോക്കേഡ് എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? കുറച്ച് ദിവസത്തേക്കെങ്കിലും അത് മാറ്റിക്കൂടെ? അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബോധമില്ല. ഇയാൾ ആരുടെ അഡ്വൈസ് എടുക്കുന്നില്ലത്രേ. ആകെ അഡ്വൈസ് ചെയ്യുന്നത് ഹെക്സിത്ത് എന്ന് പറയുന്ന ഒരു വിഡ്ഢിയാനാണ്. അവനിതിനെക്കുറിച്ചൊരു കുന്തോ അറിഞ്ഞുകൂടാ. ഇയാളെല്ലാം തികഞ്ഞൊരാളിനെ പോലെ പുള്ളി തന്നെ സ്വയം ഓരോ കാര്യങ്ങളിൽ തീരുമാനിക്കുമല്ലേ, കച്ചവട ന്യായം പോലെ. ആ തീരുമാനങ്ങളാണ് കടന്ന് ഈ പമ്പരം പോലെ കറങ്ങുന്നത്. അപ്പോൾ ഒരു വശത്ത് ഈ ലോകത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി, അമേരിക്കയുടെ സാമ്പത്തിക പ്രതിസന്ധി, മറുവശത്ത് ഇസ്രയേലിൻ്റെ സമ്മർദ്ദം, അതിൻ്റെ അപ്പുറത്തെ സൈഡിലോ ഒരുപോലെ തന്നെ അമേരിക്കയുടെ ഈ ട്രംപിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയുള്ള കോംപ്രമൈസ് ചെയ്തു പോയാൽ ഇയാളുടെ കച്ചവടം തീർന്നു. അവിടെ നവംബറിൽ അവിടെ ഇലക്ഷനാണ്. ഇംപീച്ച്മെൻറ്റിനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പം ചെകുത്താനും കടലിനും ട്രംപിനും മധ്യേ നിൽക്കുകയാണ് ട്രംപ്. 3 സൈഡിലും ട്രംപാണ്. ട്രംപ് ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ട്രംപ് വട്ടക്കണ്ണി കറങ്ങുക. അപ്പോൾ ഒരു കാരണവശാലും ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്തുകൊണ്ട് പോകാൻ ട്രംപ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അത് ആഗ്രഹിക്കാതിരിക്കുമ്പോഴും ഈ 2 പ്രശ്നങ്ങളും ട്രംപിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ സാറിന് പറയുമല്ലോ, ലോകത്തൊരാൾക്കും ട്രംപിൻ്റെ അവസ്ഥ കൊടുക്കരുതെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. സംഗതി പറയുമ്പോൾ അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും ഇല്ലേ, തുടങ്ങിയും പോയി ഇനി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്.